എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, ഇന്ന് എത്ര മണിക്കാണ് വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരിക എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഇന്ന് രാത്രി 8 മണിയോടെ നിങ്ങളുടെ റിസൾട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മൊബൈൽ ഫോണിൽ നിങ്ങളുടെ റിസൾട്ട് പരിശോധിച്ചാൽ മതിയാകും. 8 മണിയോടെയോ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം 6 മണിയോടെയോ ആയിരിക്കും റിസൾട്ട് വരിക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ വഴി തന്നെ നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതിയാകുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ രാവിലെ തന്നെ പോയിട്ട് അക്ഷയയിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകളിലോ പോയിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കാരണം വൈകുന്നേരത്തോടെ മാത്രമാണ് നിങ്ങളുടെ റിസൾട്ട് വരിക. അതായത് ഏകദേശം ഒരു 8 മണിയൊക്കെ ആവും നിങ്ങളുടെ റിസൾട്ട് വരുന്നതിനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളങ്ങനെ ഇപ്പോഴേ പോയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം പല വിദ്യാർത്ഥികളും റിസൾട്ട് വരുന്നു, അതായത് ഇന്ന് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ പോയിട്ട് അക്ഷയയിലൊക്കെ പോയിട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് പറയുന്നത്, ഇന്ന് വൈകുന്നേരം ഒരു 8 മണി, വൈകുന്നേരമല്ല രാത്രി 8 മണി ആകുന്നതോടുകൂടി മാത്രമാണ് നിങ്ങളുടെ റിസൾട്ട് വരിക. ചില സമയങ്ങളിൽ വൈകുന്നേരം 6 മണിക്കും റിസൾട്ട് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ വഴി ചെക്ക് ചെയ്താൽ മതി. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അക്ഷയയിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകളിലോ പോയാൽ മതിയാകും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് മൊബൈൽ ഫോൺ വഴി പരിശോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ അലോട്ട്മെൻറ്റാണ് പരിശോധിക്കുന്നത് എങ്ങനെയാണ് നോക്കുന്നത്. അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ hscap.kerala.gov.in എന്നുള്ള ഹയർ സെക്കൻഡറിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കാണാനായിട്ട് സാധിക്കും. അത് നിലവിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വ്യൂ, പ്രോസ്പെക്ടസ്, സ്കൂൾ വൈസ്, കമ്മ്യൂണിറ്റി ആപ്ലിക്കേഷൻസ് എന്നിങ്ങനെയുള്ള 2 ലിങ്കുകൾ മാത്രമാണ് വെബ്സൈറ്റിലുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട്, അതായത് ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ SWS, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRS, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നിങ്ങനെയുള്ള ലിങ്കുകൾ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞാൽ മെറിറ്റ് സീറ്റാണ്, MRS എന്ന് പറഞ്ഞാൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളാണ്, സ്പോർട്സ് എന്ന് പറഞ്ഞാൽ സ്പോർട്സ് കോട്ടയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിൽ ഏതിലൊക്കെയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്, അപ്പോൾ ആ ഒരു ലിങ്കുകളിലൊക്കെ, അതായത് ആ ഒരു കാൻഡിഡേറ്റ് ലോഗിനൊക്കെ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക. അതായത് ഇങ്ങനെ ലോഗിൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ SWSൻ്റെ ആ ഒരു ലിങ്കാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് അത് ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ ജില്ല എന്നിവ നൽകാനായിട്ടുള്ള ഭാഗം വരും. അപ്പോൾ അത് കൃത്യമായിട്ട് നൽകിയ ശേഷം ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകും. അപ്പോൾ പ്രൊഫൈൽ പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പച്ച കളറിൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടി എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയ ഒരു വിദ്യാർത്ഥിയാണ്, അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻറ്റോ അഡ്മിഷൻ നേടിയ ഒരു വിദ്യാർത്ഥി ആണെങ്കിലും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുവരെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാതിരുന്ന വിദ്യാർത്ഥി ആയിരുന്നെങ്കിലും നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണാനായിട്ട് സാധിക്കുക. അത് പച്ച കളറിലാണ് കാണാൻ പറ്റുക. അതേസമയം നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണാൻ പറ്റുക. ചില വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ ചേഞ്ചസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതായത് ഈ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുക. അതേസമയം സോറി യു ഹാവ് നോ ചേഞ്ചസ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ടാവും, എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് മറ്റൊരു സ്കൂളിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനാണ് ലഭിച്ചത് എന്നുള്ളതാണ് അതിൽ കാണിക്കുക. അപ്പോൾ അതുകൊണ്ട് ഹയർ ഓപ്ഷൻസ് ഒന്നും ഇല്ല എന്ന് കാണിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കേണ്ടത്. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, അവിടെ തന്നെ ലിങ്ക്സ് എന്നുള്ള ഭാഗത്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പേജിൽ പോകുന്ന സമയത്ത് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ്, ഏത് സ്കൂളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, ഏത് കോഴ്സിലാണ്, എത്രാമത്തെ ഓപ്ഷനായിരുന്നു ആ ഒരു സ്കൂളും കോഴ്സും എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അവിടെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത്, അതായത് ഒരു പച്ച കളർ ലിങ്ക് ആയിരിക്കും ഉണ്ടാവുക, വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക്
അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേയിൽ പോയിക്കൊണ്ടോ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ഇനി അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു പേജിൽ തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് യുവർ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു യുവർ റാങ്ക് ലിസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബാലൻസ് ഉള്ള ഓപ്ഷനുകൾ, അതായത് ഒരു വിദ്യാർത്ഥി ഇപ്പോൾ 5 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ 5 ഓപ്ഷൻ കൊടുത്ത ഒരു വിദ്യാർത്ഥിക്ക് എവിടെയും അലോട്ട്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു 6 ഓപ്ഷനുകളുടെയും റാങ്കും നിങ്ങളുടെ റാങ്കും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും കാണിക്കും. അതേസമയം ഒരു വിദ്യാർത്ഥിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് 4ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അതിന് മുകളിലുള്ള ബാക്കി ഓപ്ഷൻ, അതായത് 1, 2, 3 ഇത്രയും ആ ഒരു ബാക്കിയുള്ള ഓപ്ഷനുകളെ മാത്രം അതിൻ്റെ റാങ്ക് ഡീറ്റെയിൽസ് മാത്രം കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റാങ്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് അടുത്തതായിട്ട് എവിടെയാണ് തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടാനുള്ള സാധ്യത എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ, അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നതാണ് എന്നുള്ളത് കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ഏത് ഓപ്ഷനാണോ അലോട്ട്മെൻറ്റ് ലഭിച്ചത് അവിടെ പോയിട്ട് നിങ്ങൾ ഒന്നുകിൽ ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടണം. അതായത് ഇപ്പോൾ 1ാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടി വരിക. അതേസമയം മറ്റേതെങ്കിലും ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നിങ്ങൾക്ക് നേടാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികൾ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി അതേസമയം നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് പരിശോധിച്ച സമയത്ത് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചപ്പോൾ നിങ്ങൾ ടെമ്പററി ആയിട്ടോ അതല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ ആണ് അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയെടുത്ത് ഈ ഒരു പെർമനൻറ്റ് അഡ്മിഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ, അതായത് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് നിങ്ങൾക്ക് പെർമനൻ്റ് ആക്കണം എങ്കിൽ നിങ്ങളുടെ പാരൻറ്റിനെയും കൂടി ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സീറ്റ് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കാവുന്നതാണ്. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് മറ്റൊരു ഓപ്ഷനിലേക്ക്, അതായത് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പുതുതായിട്ട് മറ്റൊരു ഓപ്ഷൻ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ 3ാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് എങ്ങോട്ടേക്കാണ് നിങ്ങൾക്ക് ആ ഒരു 3ാമത്തെ ഓപ്ഷൻ ഏത് സ്കൂളിലാണ് അതനുസരിച്ച് വിദ്യാർത്ഥികൾ ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സെയിം സ്കൂളിൽ, അതായത് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ ഈ ഒരു ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ സ്കൂളിൽ തന്നെയാണ് മറ്റൊരു ഓപ്ഷനിലാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ആ ഒരു സ്കൂളിലേക്ക് നിങ്ങളുടെ പാരൻറ്റിനെയും കൂട്ടിയിട്ട് പോയിട്ട് നിങ്ങൾക്ക് അവിടെ ആ ഒരു പുതുതായിട്ട് കിട്ടിയ ആ ഒരു ഓപ്ഷനിലേക്ക് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് അതായത് സ്കൂളിൽ നിന്ന് തരും, അത് എടുത്തുകൊണ്ട് പുതിയ ആ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ മറ്റൊരു സ്കൂളിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എങ്കിൽ നിങ്ങൾക്ക് ആദ്യം അഡ്മിഷൻ നേടിയ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻസും പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവർക്ക് PTA ഫണ്ട്, PTA ഡൊണേഷൻ എന്നിവയൊക്കെ തിരിച്ചു തരുന്നതായിരിക്കും. അതുപോലെ സർട്ടിഫിക്കറ്റുകളും തിരിച്ചു തരുന്നതാണ്. അപ്പോൾ അതും എടുത്തുകൊണ്ട് പുതുതായിട്ട് ഏത് ഓപ്ഷനിലേക്കാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ആ ഒരു സ്കൂൾ എവിടെയാണ് ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ഓപ്ഷന് താഴെയുള്ള എല്ലാവിധ ഓപ്ഷനും റിമൂവ് ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് മറ്റൊരു ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ആ ഒരു പുതുതായിട്ട് കിട്ടിയ ഓപ്ഷൻ ഏതാണോ, അതായത് ആ സെയിം സ്കൂളിലെ മറ്റൊരു കോഴ്സാണോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്കാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് അതനുസരിച്ച് എങ്ങനെയാണ് എന്നുള്ളതനുസരിച്ച് നിങ്ങൾ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ പുതുതായിട്ട് കിട്ടിയ സ്കൂളിലേക്ക് പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, നോ ചേഞ്ച് എന്നാണെങ്കിൽ നിലവിലെ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടോ അതല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ എങ്ങനെയാണ് നിങ്ങൾ അഡ്മിഷൻ നേടിയത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് തുടരാനായിട്ട് സാധിക്കുന്നതാണ്. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത സീറ്റ് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കാനും സാധിക്കുന്നതായിരിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വേറൊരു സ്കൂളിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻറ്റോ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ആ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നതും പുതുതായിട്ട് കിട്ടിയില്ല സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് കിട്ടിയ ഓപ്ഷൻ ഏതാണോ അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.